ഇന്നത്തെ റെസിപ്പി ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. കുരുവൊക്കെ നീക്കിയിട്ടുള്ള ഈ ചക്കച്ചുളകൾ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി സെയിം ചാലയ്ക്ക് തന്നെ ഒരു കപ്പ് ചെറിയ തേങ്ങ ചേർക്കാം. അര കപ്പിലും കുറച്ച് കുറവ് പഞ്ചസാര ചേർക്കാം. അര കപ്പ് വെള്ളം ചേർക്കാം. അര ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു കപ്പ് അരിപ്പൊടി, പത്തിരി ഇടിയപ്പം പൊടിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. ഇതൊരു ബൗളിലിട്ട് മാറ്റാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കാം. നല്ലൊരു കളർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി വേണി ചേർക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി പാത്രത്തിൽ നെയ്യ് ഒഴിച്ചതിന് ശേഷം നെയ്യൊന്ന് തടവെടുക്കാം. നെയ്ക്ക് പകരം എണ്ണ പറ്റിയാൽ മതി കേട്ടോ. ഇതിനകത്തേക്ക് ഒരു എത്ര കട്ടിക്കാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പാത്രത്തിലാണെങ്കിൽ 2 എണ്ണമൊക്കെ ഉണ്ടാക്കാറുണ്ടാവും. പിന്നെ ഇത് ആവിച്ചമ്പിൽ വെച്ച് ആവി ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇതിൽ തട്ട് വെച്ചെടുക്കാം. അതായത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇത് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് 15 മിനിറ്റ് ആയതിനും ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കട്ട് ചെയ്യാം. ചക്കപ്പഴം കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട്.